ഹലോ എവ്രിവൺ. സോ നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ ഇന്ന് എവിടെയാ പോകണ വെച്ചാ ചോറ്റാനിക്കര അമ്പലത്തില് ടെമ്പിൾ. അപ്പൊ ഇന്ന് പാറുവിന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോന്റെ ഇതും കൂടിയാണ്. അപ്പൊ അതിന് പാറുവിന് എല്ലാ ഐശ്വര്യം നേർന്നുകൊണ്ട് അനുഗ്രഹിക്കാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാര്യം പാറുവിന്റെ ആദ്യത്തെ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്നാണ് കൊച്ചു ആദ്യത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ പ്രൊമോഷനായിട്ട് ഇത് ഫസ്റ്റ് 2 ടോക്ക് ഞാൻ ചെയ്തു. എല്ലാരും അടിച്ചു കയറി വാ. ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തില് ഇപ്പൊ ഇവിടെ കാറ് പാർക്ക് ചെയ്ത് അപ്പൊ അതിന് അമ്പലത്തിന്റെ ബാക്ക് സൈഡാണ്, അതിന് ഫ്രണ്ടിലേക്ക് കയറും. അപ്പൊ തൊഴുതിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം. ഓക്കെ അപ്പൊ നമ്മ നടന്നോണ്ടിരിക്കാണ്. സോനു ബാക്കി ക്യാമറ എടുക്കുന്നത്. നമ്മുടെ മൈക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാം. എന്താ മേടിക്കണ്ടപ്പ? ശർക്കര മേടിക്കണ്ടേ? ശർക്കര നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വരും കേട്ടോ. അച്ഛൻ എത്ര വർഷം ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഏകദേശം 15 വർഷം കഴിഞ്ഞിപ്പോ. അപ്പൊ നമ്മത് അമ്പലത്തിലേക്ക് കേറാൻ വേണ്ടി പോണേന്ന് ഒരു ഹായ് കൊടുത്തോ. ഹായ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ ദേവിയുടെ നടയിലേക്ക് എത്താനായി. അപ്പൊ നല്ല ക്യൂ ആണ്, ഭക്തജനങ്ങളുടെ ക്യൂ ആണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് ഭക്തജനങ്ങള് കുറെ ഉണ്ട്. അപ്പൊ ഇപ്പൊ 8:45 ആകുമ്പോഴൊക്കെ നട ക്ലോസ് ചെയ്യും. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇവിടെ ഇതുവരെ കേറാൻ പറ്റിയിട്ടില്ല. ഇവിടെ ചുറ്റിനും ഭയങ്കര തിരക്കാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് അവിടുത്തെ കുറെ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് അടിച്ച് പോസ്റ്റ് ആയിരിക്കാണ്. അപ്പൊ നമ്മ ക്യൂയിൽ കയറി ഒരു കണക്കിനാണ് കയറിയത്. അപ്പൊ നമ്മ ഇവിടെ കുറെ നാളായി വന്നോണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കയറ്റി. അച്ഛനെ എല്ലാവർക്കും അറിയണോണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് കയറ്റിയിട്ടുണ്ട്. ഞങ്ങള് അടിപൊളിയായിട്ട് തൊഴുത് ദൈവിനെ കണ്ട് ദൈവടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ നമ്മുടെ യൂട്യൂബ് വളരാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. യൂട്യൂബിൽ വളരാൻ വേണ്ടി? അതെ അതെ. നമ്മ വളർന്നാൽ മാത്രമല്ല പുതിയ കണ്ടന്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു അങ്കിളാണ്. പേരെന്താ? ഷിബു എന്നാണ് അങ്കിളുടെ പേര്. ആന്റിയും ഉണ്ട് കേട്ടോ. പേരെന്താ? ഇവിടുത്തെ കുറച്ച് ദൈവങ്ങളെ കൂടി കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മ ഇനി വീട്ടിലേക്ക് പോകുള്ളൂ. വീട്ടിലേക്ക് പോകണമ്പോ നമ്മ എന്തായാലും ഫുഡ് കഴിക്കും. ഓക്കെ, അപ്പൊ എവിടെയും കൂടി പ്രാർത്ഥിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മ ഫ്രണ്ടാത്ത ഭാഗത്തെല്ലാം കഴിഞ്ഞു. ഇനി നമ്മ ഇവിടുത്തെ സൈഡിൽ അമ്പലം ഉണ്ട്, കുഞ്ഞമ്പലം ഉണ്ടാ. ഇന്നലെ തന്നെ പാട്ടായിട്ടുള്ള അമ്പലമാണ്. ഞങ്ങളുടെ ക്യാമറാണ്, ബാക്കിയുള്ളവരൊക്കെ ബാക്കിലുണ്ടാവും. എന്റെ ക്യാമറമാൻ സോനുമോൾ. കീഴ്ക്കാവിലെത്തി. അപ്പൊ കീഴ്ക്കാവിലെ നടയിപ്പടക്കും. കാര്യം ശബരിമല സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കീഴ്ക്കാവിലേക്ക് ഇപ്പൊ നേരെ കാണുന്നതിന് കീഴ്ക്കാവില് അപ്പൊ എത്താനായി. നമ്മ മേൽക്കാവിനൊക്കെ കഴിഞ്ഞ് നമ്മ അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ചു. നമുക്ക് കീഴ്ക്കാവിലെ ദൈവത്തിനെ എങ്ങനെയൊക്കെ ഒരുക്കിയെന്നൊക്കെ കാണാം. നേരത്തെ ഒരു വട്ടം അച്ഛൻ വന്നപ്പോ ദൈവീനെ എങ്ങനെയെന്ന് ഒരുക്കിയേക്കണം. ഇവിടെ കീഴ്ക്കാവില് മെയിനായിട്ട് കുരുതി ഉണ്ടാവും. കുരുതി എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മള് 10 വർഷം മുമ്പ് വരുമ്പോഴൊക്കെ കുറെ വൈകിട്ടൊക്കെ ആയിരിക്കും. അതൊരു പൂജാരി ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും. അപ്പത്തേ നമ്മ ഇറങ്ങിയിട്ടുണ്ട്. അപ്പത്തേ അമ്മക്ക് എന്തേലും പറയണ്ട? അമ്മ ഇതുവരെ ഒന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്തേലും പറയണ്ട? എന്റെ മോക്കടെ യൂട്യൂബ് ചാനൽ വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആൾക്കാർക്ക് നമ്മൾ വ്യൂവേഴ്സിനൊക്കെ വേണ്ടി ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ അടുത്ത് അവക്കെ പൊതുവെ ഒരു നാണമാണ്, അതുകൊണ്ടാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് നാണമൊന്നുമില്ല. എനിക്ക് വെച്ചിട്ട് അങ്ങനെ നാണമൊന്നുമില്ല. അമ്മ കുറച്ചും കൂടി ഷൈ ആണ്. നാണോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, നാണമൊക്കെ ഉണ്ട്. കാവടി കളിച്ചു പോയ ആളാ, ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? പക്ഷെ അങ്ങനെ നമുക്ക് വലിയ നാണമൊന്നുമില്ല. പക്ഷെ ഇയാൾക്ക് മൈക്ക് കൊടുത്ത അപ്പ നാണോ ഉണ്ടാ.
അപ്പൊ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ എല്ലാരും ക്യാമറമാൻ ഇതുവരെ കാണിച്ചില്ല. അതെ ക്യാമറമാനെ കാണിച്ചു കൊടുക്കാം. ക്യാമറമാൻ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക. ക്യാമറമാൻ ഇതിൽ വന്നിട്ടില്ല. ക്യാമറമാൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് ക്യാമറമാൻ. ഇത് നാണക്കരുത്തിയാണ്, മനസ്സിലായോ? അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. നമ്മ കപ്പലണ്ടി മേടിക്കാൻ വേണ്ടി പോവാണ്. കപ്പലണ്ടി അല്ലേ, നേരത്തെ ഒരു വട്ടം കടല മേടിച്ചപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പാവം, അവൻ വിജൃംഭിച്ചു പോയി. സോ എനിക്ക് കപ്പലണ്ടി കഴിക്കാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മ കപ്പലണ്ടിയും കുറച്ച് ഗ്രീൻ കളർ സാധനവും അടിപൊളി. സൗദി. അപ്പൊ നമ്മ വന്നിക്കുന്നത് ഇയാള് പോയില്ലേ? അറേബ്യൻ ഫെസ്റ്റ എന്ന് പറയുന്ന ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടുന്ന് അമ്പലത്തിന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. സോ ദേ അപ്പൊ നമുക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് ഫാമിലി ഹോളായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് കയറുന്നത്. സോനെ നോക്കി കയറും. സോ ദേ അമ്മ വഴക്കിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. എന്താന്ന് അറിയില്ല. അതങ്ങനെയാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെയാണ് എപ്പോ ഫുഡ് കഴിക്കാൻ വന്നാലും അങ്ങനെയാണ്. സോ നമ്മൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അൽഫാം മന്തിയാണ് പറഞ്ഞത്. ഫ്രൈഡ് റൈസ് എത്തിയില്ലല്ലോ, ഉടനെ എത്തിക്കാം സാർ, പെട്ടെന്ന് ആയിക്കോട്ടെ. സോ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ പോവാണ്. കോഴീനെ കൊല്ലാൻ പോവാണ്. അപ്പൊ നമുക്കിനി തിന്നിട്ട് കാണാം. നിങ്ങൾക്ക് വെറുതെ ബോറടിക്കണമല്ലോ, അപ്പൊ നമുക്ക് തിന്നിട്ട് കാണാം. കൊതിയിടല്ലേ? സൂചി. അപ്പൊ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവരെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കണേന്ന് ഞാൻ എന്തായാലും പറഞ്ഞു നിങ്ങളോടൊക്കെ ഫുഡ് കഴിച്ചെന്ന് പറയണമല്ലോ. അപ്പൊ ഇനി നമുക്ക് കാറിൽ പോയി കാറിൽ കയറി കിട്ടിയിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ലവ് യു ഗൈസ്. അസംബ്ലി പിരിച്ചുവിട്ടു.